കടുത്തുരുത്തിയിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ വൈദികന്റെ 15 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായി. വൈദികന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണം ATMിൽ നിന്ന് പിൻവലിച്ച തട്ടിപ്പ് സംഘാംഗങ്ങളായ 2 പേരെയാണ് പോലീസ് സംഘം പിടികൂടിയത്. താമരേരി പെരുമ്പള്ളി കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് മിനാജ്, ചെറുപ്ലാട് ഷംനാദ് എന്നിവരെയാണ് കടുത്തുരുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ റെനീഷ് ഇല്ലിക്കൽ അറസ്റ്റ് ചെയ്തത്. 2024 നവംബർ മുതൽ ജനുവരി 15 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത്. കോതനല്ലൂർ സ്വദേശിയായ തുവാനീസ പ്രാർത്ഥനാലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ടിനേഷ് കുര്യൻ പിണർക്കയലിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 850% ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രതികൾ വൈദികനെ കബളിപ്പിച്ചത്. പ്രമുഖ കമ്പനിയുടെ പേരിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം വൈദികനെ കുടുക്കിയത്. ഇതേ തുടർന്ന് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഭയിലെ പരിചയക്കാരിൽ നിന്നുമായി പണം സ്വരൂപിച്ച് 1.5 കോടി രൂപ നിക്ഷേപിക്കുകയായിരുന്നു. പണം നഷ്ടമായതായി തിരിച്ചറിഞ്ഞതോടെ ഇദ്ദേഹം കോട്ടയം കടുത്തുരുത്തിൽ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉത്തരേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തി. വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിപ്പ് സംഘം വകമാറ്റിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെ വിവിധ ATMകളിൽ നിന്നും 8 തവണയായി 1.40 ലക്ഷം രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത്. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ താമരശ്ശേരി സ്വദേശികളുടെ വിലാസം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് SHO റെനീഷ് ഇല്ലിക്കൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, സുമൻ, അജീഷ്, അജിത് എന്നിവരടങ്ങുന്ന സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഉത്തരേന്ത്യയിലെ തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണികളാണ് പിടിയിലായ പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഡിസംബർ 31 മുതൽ ജനുവരി 15 വരെയുള്ള ദിവസത്തിനിടെ 17 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഇടപാടാണ് മിനാജിന്റെ അക്കൗണ്ട് വഴി നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ അക്കൗണ്ടുകളും ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു. ഇവരുടെ അക്കൗണ്ടുകളടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. സംഘത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു.